നന്നാവട്ടെ. സുസ്മിത പറയുന്നുണ്ടോ? ടീച്ചറെ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, വളരെ സന്തോഷമുണ്ട്. അശുഘോഷ് ഇന്ന് ഈ വെബിനാറിൽ പ്രസന്റ് ചെയ്യുന്നു അറിഞ്ഞപ്പം അശുഘോഷിനെ കാണുന്നത് നേച്ചർ ക്യാമ്പിൽ വെച്ചാണ്. 2 വർഷത്തെ ദേശീയ ഹരിതസേനയുടെ നേച്ചർ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ശലഭ നിരീക്ഷണത്തിൽ ഒരുപാട് അറിവുകളുള്ള കുട്ടിയാണ്. നമ്മുടെ ബാലശാസ്ത്ര കോൺഗ്രസിൽ ജില്ലാതലത്തിൽ നിന്ന് ഫസ്റ്റ് വാങ്ങി സംസ്ഥാന തലത്തിൽ പോയി അവിടെ മെച്ചപ്പെട്ട രീതിയിൽ പ്രസന്റ് ചെയ്ത് നാഷണലിലേക്ക് അർഹത നേടിയിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി കോൺഗ്രസിലും ഇതേപോലെ പ്രോജക്ട് മത്സരത്തിൽ അവിടെ സ്റ്റേറ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ സ്റ്റേറ്റിൽ പ്രസന്റ് ചെയ്യുമ്പം അതിന്റെ പിറകിൽ നിന്ന് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അശുഘോഷ് ബൈഹാർട്ട് പഠിച്ചു വന്നതാണോ എന്ന് അവർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. അവർ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചു. പക്ഷെ അവരൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അശുഘോഷ് എല്ലാ ഇതിനും ഉത്തരം പറഞ്ഞു. നമ്മുടെ യാത്രകളിൽ അരീറ്റപാറിലെ യാത്രയിലും ഒക്കെ അശുഘോഷ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ദേശീയ ഹരിതസേനയുടെ വളരെ സജീവമായി നടക്കുന്ന സ്റ്റുഡന്റ് ട്രെയിനിങ്ങുകളിൽ 2 സ്ഥലത്തും അശുഘോഷ് ക്ലാസ് എടുത്തിട്ടുണ്ട്, സെഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ഒരു ലാർവയെ കണ്ടാൽ ഇത് ഏത് ബട്ടർഫ്ലൈയുടേതാണ്, ഇതിനെന്താണ് പ്രശ്നമുണ്ടോന്ന് പോലും പറയാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത്രയധികം ഒരു നല്ല നോളജ് ചെറുപ്പം മുതലേ അശുഘോഷ് അതിന്റെ പാരന്റ്സിന്റെ സഹായത്തോടു കൂടി അശുഘോഷ് നേടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾ ശരിക്കും നമ്മുടെ മറ്റു കുട്ടികൾക്ക് മാതൃകയാണ്. അശുഘോഷിനെ ഇനിയും ഒരുപാട് ചിത്രശലഭങ്ങളുടെ നിരീക്ഷണത്തിലും അതിന്റെ ഗവേഷണത്തിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രസന്റ് ചെയ്യാനായിട്ട് അശുഘോഷിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും PC ഉൾപ്പെടെയുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഒരിക്കൽ സ്വാഗതം ചെയ്തു. അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ, പറഞ്ഞോട്ടെ. ഞാൻ അശുഘോഷിനെ പരിചയപ്പെടുന്നത് കഴിഞ്ഞ മെയ് മാസത്തിലാണ്. അതായത് അശുഘോഷ് 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു വയനാട്ടിൽ നടക്കുന്ന ഒരു നിശാശലഭ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അശുഘോഷിനെ കാണുന്നത്. ഫീൽഡിൽ വളരെ നന്നായിട്ട് ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് പെരുമാറിയ ഒരു കുട്ടി കൂടിയാണ്. അത് മാത്രമല്ല കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ബേർഡേഴ്സിന്റെ ഗ്രൂപ്പിന് വളരെ സജീവമായിട്ട് ഏകദേശം അതിന് കഴിഞ്ഞ മെയ്ക്ക് മുമ്പ് തന്നെ, ഈ വർഷമല്ല കഴിഞ്ഞ വർഷത്തെ 2023 മാർച്ചിലോ ഏപ്രിലോ നടന്ന കുണിയനിലുള്ള ഒരു പരിപാടിയിലും അശുഘോഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇപ്രാവശ്യത്തെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ബോർഡ് സംഘടിപ്പിച്ച ജില്ലാതല ക്വിസില് കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ചിട്ട് ഇടുക്കിയിൽ മൂന്നാറിൽ പോകാനുള്ള ഒരവസരം കൂടി അശുഘോഷിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അശുഘോഷിനെ ഈ പ്രസന്റേഷനിൽ ഈ വെബിനാറിലേക്ക് ക്ഷണിക്കുക. മോനെ, ഓക്കെ. താങ്ക് യു സാർ. സാറേ, എന്നപ്പോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ തുടങ്ങട്ടെ? ഓക്കെ. ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് അശ്വഘോഷ് CR. ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം തരത്തിൽ പഠിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തോളമായി വാക്ക് വിത്ത് VC കൂട്ടായ്മയിലെ ഒരംഗമാണ്. ഇങ്ങനെ ഒരു വെബിനാർ അവതരിപ്പിക്കാൻ അവസരം തന്നതിന് ഗുരുസ്ഥാനീയരായ VC മാഷ്, സുസ്മിത ടീച്ചർ എന്നിവരോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഒരു വെബിനാർ അവതരിപ്പിക്കാനുള്ള അറിവോ അനുഭവമോ എനിക്കില്ല. എന്നെ പോലുള്ള കുട്ടികളോട് എന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. പ്രകൃതിയെക്കുറിച്ച് ഓരോരോ പാഠങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഏറ്റവും വലിയ കാര്യം പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളെയും ഇഷ്ടപ്പെടുക എന്നതാണ്. ഇതിലൂടെ മാത്രമേ അവയെ സംരക്ഷിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുകയുള്ളൂ. ഞാൻ വോയിസ് ബ്രേക്ക് ആകുന്നുണ്ട്.
വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് മോനെ. റേഞ്ചിന്റെ എന്താ പ്രശ്നമുണ്ടോ? റേഞ്ച് ഉണ്ട്, എന്താന്ന് അറിയില്ല. ഇപ്പൊ കറക്റ്റ് ഇപ്പൊ ആണ്, correct. കുറച്ച് ശരി. നേരത്തെ ആയിരുന്നേ പ്രശ്നം. ഓക്കെ കണ്ടിന്യൂ ചെയ്തോ. തുടരട്ടെ. ആ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി NGC ക്യാമ്പിൽ പങ്കെടുത്തത്. അന്ന് ഇടയിലക്കാടും വലിയ പറമ്പുമായിരുന്നു ഞങ്ങളുടെ പഠന കേന്ദ്രങ്ങൾ. ഇടയിലക്കാട് കാവിനുള്ളിലെ സസ്യവൈവിധ്യത്തെക്കുറിച്ചും അധിനിവേശ സസ്യങ്ങൾ, വലിയ പറമ്പിലെ കടൽ ജീവികൾ എന്നിവയെക്കുറിച്ചെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കി. ഈ ക്യാമ്പ് വഴി പരിചയപ്പെട്ട BC മാഷ്, സുസ്മിത ടീച്ചർ, രാജു മാഷ്, നിഹാരേട്ടൻ എന്നിവർ വഴി പല ക്യാമ്പുകളിലും പ്രകൃതി നിരീക്ഷണങ്ങളിലും എനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞു. എന്റെ പക്ഷി നിരീക്ഷണത്തിൽ എനിക്ക് 220 പക്ഷികളെ കാണാൻ കഴിഞ്ഞു. എന്റെ വീടിനും സ്കൂളിനും പരിസരത്ത് 107 പക്ഷികളെയാണ് കാണാൻ കഴിഞ്ഞത്. ക്യാമറ ഇല്ലാത്തതിനാൽ നല്ല ഫോട്ടോകൾ എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷികൾ വെള്ളം കുടിക്കുന്നിടത്ത് ഫോൺ ക്യാമറ വഴി കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ചില പക്ഷികളെ നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളീയർക്ക് സുപരിചിതരായ പക്ഷികളാണ് പൂത്താംകീരികൾ. യെല്ലോ ബിൽഡ് ബാബ്ലർ എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. ഇവയ്ക്ക് ചിതല, ചാണകക്കിളി തുടങ്ങി അനേകം പേരുകളുണ്ട്. ഇവയ്ക്ക് ചിതല എന്ന പേര് ലഭിക്കാനുള്ള കാരണം ഇവയുടെ പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ചിതൽ. ആ ചിതലിനെ കഴിക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് ചിതല എന്ന പേര് വിളിക്കുന്നത്. ഞങ്ങളുടെ കോഴിക്കോട് ഭാഗങ്ങളിലേക്കാണ് ചിതല എന്ന പേര് കൂടുതലായി കാണപ്പെടുന്നത്. ഇവ 7 എണ്ണമുള്ള ചെറു കൂട്ടമായാണ് നടക്കാറ്. അതിനാൽ ഇവരെ ഇംഗ്ലീഷിൽ 7 സിസ്റ്റേഴ്സ് അഥവാ സപ്ത സഹോദരിമാർ എന്ന് വിളിക്കുന്നു. ഇവയുടെ കൂടുകൾ കപ്പിന്റെ ഷേപ്പിലാണ്. തെങ്ങുകളിലും അധികം ഉയരമില്ലാത്ത പനകളിലുമാണ് ഇവ പ്രധാനമായും കൂടുകൂട്ടാറ്. ഇവയുടെ മുട്ടയുടെ നിറം നീല നിറമാണ്. കാക്കയ്ക്ക് കുയിൽ എന്ന പോലെ ഇവയ്ക്കും ഒരു ശത്രു ഉണ്ട്. അത് പേക്കുയിലാണ്. കോമൺ ഹോക്ക് കുക്കു എന്നറിയപ്പെടുന്ന പേക്കുയിൽ. പേക്കുയിലിന്റെ മുട്ടയുടെ നിറവും നീല നിറം തന്നെയാണ്. പക്ഷെ ഇവയുടെ മുട്ടകളിൽ തമ്മിൽ വലുപ്പത്തിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതിനാൽ പൂത്താംകീരിക്ക് പേക്കുയിലിന്റെ മുട്ട പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ചിതല്, വിര, പ്രാണി തുടങ്ങിയവയാണ് മുഖ്യ ആഹാരം. പൂത്താൻകിളികളെ പോലെ മിക്കയിടങ്ങളിലും കാണുന്ന പക്ഷികളാണ് ബുൾബുളുകൾ. സാധാരണയായി 4 ഇനങ്ങളിൽപ്പെട്ട ബുൾബുളിനെയാണ് കാണാറ്. അവയിൽ ഒന്ന് റെഡ് ബിസ്കേർഡ് ബുൾബുൾ, രണ്ടാമത്തത് റെഡ് വെൻഡഡ് ബുൾബുൾ, യെല്ലോ ബ്രോഡ് ബുൾബുൾ, വൈറ്റ് ബ്രോഡ് ബുൾബുൾ എന്നിവയാണ്. വൈറ്റ് ബ്രോഡ് ബുൾബുളിനെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് വൈറ്റ് ബ്രോഡ് ബുൾബുളിനെ കണ്ടാൽ തന്നെ മനസ്സിലാകും. ബ്രോ എന്ന് പറയുന്നത് പുരികമാണ്. അതിന്റെ കണ്ണിന് മുകളിൽ പുരികം പോലെ വെള്ളപ്പാട് ഉണ്ട്. അതിനാലാണ് ഇതിനെ വൈറ്റ് ബ്രോഡ് ബുൾബുൾ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ നിറം ഒരു പച്ച കലർന്ന തവിട്ടാണല്ലോ. അതിനാൽ ഇതിനെ തവിടൻ ബുൾബുൾ എന്ന് മലയാളത്തിൽ പറയുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റെഡ് ബിസ്കേർഡ് ബുൾബുൾ, റെഡ് വെൻഡഡ് ബുൾബുൾ എന്നിവയാണ്. റെഡ് ബിസ്കേർഡ് ബുൾബുളിന്റെ കവിൾത്തടത്ത് ഒരു ചുവന്ന പൊട്ട് നിങ്ങൾക്ക് കാണാം. കൂടാതെ അതിന്റെ പൊന്തി നിൽക്കുന്ന ക്രസ്റ്റ് കൂടുതൽ വലുതായിരിക്കും. തൊട്ടപ്പുറത്ത് തന്നെ 2 റെഡ് വെൻഡഡ് ബുൾബുൾ നാട്ടു ബുൾബുളുകളും വന്നിരിക്കുന്നു. അവയെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവയുടെ ഗുദത്തിനരികെ ത്രികോണാകൃതിയിൽ ഒരു ചുവന്ന പൊട്ടാണുള്ളത്. കൂടാതെ അതിന്റെ
ക്രസ്റ്റ് പൊന്തി നിൽക്കുന്നത് വളരെ കഷ്ടിച്ചു കുറച്ചു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് യെല്ലോ ബ്രോഡ് ബുൾബിൾ എന്നറിയപ്പെടുന്ന മഞ്ഞ ചിന്നൻ ബുൾബുളിനെയാണ്. ഇവയെ ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ അതിന്റെ കണ്ണിന് മുകളിൽ ഒരു മഞ്ഞ വര കാണാം. അതുകൊണ്ടാണ് ബ്രോഡ് ബുൾബിൾ എന്ന് പറയുന്നത്. കൂടാതെ മലയാളത്തിൽ മഞ്ഞ ചിന്നൻ എന്ന് വിളിക്കുന്നതിനാലാണ്. പഴങ്ങളും ചെറു പ്രാണികളുമാണ് ഇവയുടെ പ്രധാന ആഹാരം. ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ഇവ കൂടുകൂട്ടുന്നു. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പഫ് ത്രോട്ടഡ് ബാബ്ലർ. ചിലയിടങ്ങളിൽ മാത്രം അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണിത്. ഇതിന്റെ കഴുത്തിന്റെ ഭാഗത്തൊരു വെള്ളയും അതിനുശേഷം നെഞ്ചു മുതൽ വയറു വരെ ബ്രൗൺ പുള്ളികളോടെ കാണാൻ കഴിയുന്നു. പുള്ളിച്ചിലപ്പൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഈ പുള്ളികൾ കാരണമാണ് ഈ പക്ഷിയെ പുള്ളിച്ചിലപ്പൻ. പൊന്തകളിൽ നിന്നാണ് ഇവ പൊതുവായി ഇര തേടാറുള്ളത്. വൈകുന്നേരങ്ങളിലും പുലർച്ചെ ആണ് പറ്റുന്നത്. ഇവയുടെ ശബ്ദം ട്യുവി ട്യുവി എന്നാണ്. ട്യുവി ട്യുവി എന്ന് മെല്ലെ പറഞ്ഞതിന് ശേഷം അവസാനത്തോഴേക്കും ട്യുവിയുടെ വേഗത കൂടുന്നു. പിന്നെ നമുക്ക് കേൾക്കുന്നത് ടു വി ടു എന്നാണ്. അടുത്തത് നിങ്ങളിവിടെ കാണുന്നത് അരിപ്രാവിനെയാണ്. സ്പോട്ടഡ് ഡോവ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മൈതാനങ്ങൾ, വയലുകൾ എന്നിവിടങ്ങളിൽ സർവ്വസാധാരണമായി കാണുന്ന ഒരു പ്രാവു വർഗത്തിൽപ്പെട്ട പക്ഷിയാണിത്. തുറസായ മറ്റു പ്രദേശങ്ങളിലും ഇവയെ കാണാറുണ്ട്. പുറവും ചിറകുകളുടെ മുൻപകുതിയും തവിട്ടു നിറമാണ്. അവയിൽ ഇളം റോസ് നിറമുള്ള കുഞ്ഞ് പുള്ളികളും കാണപ്പെടുന്നു. വിത്തുകളും പഴങ്ങളും ആണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് ഗ്രേറ്റർ കോക്കൽ അഥവാ ചെമ്പോത്തിനെയാണ്. ഉപ്പൻ എന്നും ചകോരം എന്നും ഇവയ്ക്ക് മറ്റു പേരുകളുണ്ട്. ചെമ്പിന്റെ നിറമുള്ള ചിറകും പോത്തിന്റെ നിറമുള്ള ദേഹവുമാണ് ഈ ചെമ്പോത്തിന്. അതുകൊണ്ടായിരിക്കാം ഇവയെ ചെമ്പോത്ത് എന്ന് വിളിക്കുന്നത്. ഇവയിൽ പ്രായപൂർത്തിയെത്തിയ പക്ഷികളുടെ കണ്ണ് ചുവപ്പു നിറമായിരിക്കും. എന്നാൽ കുഞ്ഞിന്റെ കണ്ണ് വെള്ള നിറത്തിലായിരുന്നു കാണപ്പെടുന്നത്. ഇവ കുയിൽ വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ്. പക്ഷെ ഇവ സ്വന്തമായി കൂടുകൂട്ടുന്നുണ്ട്. ഈ പക്ഷിക്ക് പറക്കാൻ വളരെ മടിയാണ്. നിലത്ത് നിന്നാണ് ഇര തേടുന്നത്. മണ്ണിലുള്ള വിര, പുഴുക്കൾ, ചിതൽ തുടങ്ങിയവയാണ് പ്രധാന ഭക്ഷണം. ഈ ചെമ്പോത്തിനെ പറ്റി പല വിശ്വാസങ്ങളും ഇന്ന് നിലവിലുണ്ട്. അതിലൊരു വിശ്വാസം ഇങ്ങനെയാണ്: ചെമ്പോത്ത് തന്റെ കൂട്ടിൽ ഇരുമ്പിനെ ഉരുക്കാൻ പറ്റുന്ന ഒരു തരം വേര് സൂക്ഷിക്കുന്നുണ്ടത്രേ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഒരു ചെമ്പോത്തിന്റെ കൂട്ടിൽ നിന്ന് അതിന്റെ കുഞ്ഞിനെ എടുത്ത് ഇരുമ്പ് ചങ്ങലയ്ക്ക് കെട്ടിയിടുക. അപ്പോൾ ഈ ചെമ്പോത്ത് വന്നിട്ട് ആ വേരെടുത്ത് ഈ ചങ്ങലയെ തലോടുന്നു. അപ്പോൾ തന്നെ ഈ ചങ്ങല ഉരുകി ഈ കുഞ്ഞ് സ്വതന്ത്രമാകുന്നു. ഇതൊരു വിശ്വാസം മാത്രമാണ്. ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല. മറ്റൊരു വിശ്വാസം എന്ന് പറയുന്നത് ഈ ചെമ്പോത്തിനെ ഏത് അസുഖവും മാറ്റാൻ കഴിവുള്ള ഒരു വേര് കൂട്ടിലുണ്ടത്രേ. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ ചെമ്പോത്തിന്റെ കൂടെടുത്ത് വെള്ളത്തിലിട്ടാൽ മതി, ഒരു പുഴയിൽ. അപ്പോൾ കൂട് വെള്ളത്തിനൊപ്പം ഒഴുകി പോവുമെങ്കിലും ഈ വേര് മാത്രം വെള്ളത്തിനെതിരായി നീന്തിക്കൊണ്ടിരിക്കും. നമ്മൾ ചെന്നത് എടുക്കുകയേ വേണ്ടൂ. ഇതും ഒരു വിശ്വാസമാണ്. ഈ പക്ഷിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന വിരുതനാണ്
ഈ കുയിൽ. ഇതിന്റെ ആണിന് കറുത്ത നിറവും പെണ്ണിന് പുള്ളികൾ നിറഞ്ഞ ദേഹവുമാണ്. അതിനാൽ ഇവയെ തെറ്റിദ്ധരിക്കാറുണ്ട്. ആൺകുയിലിന് കറുത്ത നിറമായതുകൊണ്ട് കരിങ്കുയിൽ എന്നും പെണ്ണിനെ പുള്ളിക്കുയിലും എന്നും പറയുന്നു. ഇത് കരിങ്കുയിലിനെയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിൽ ആൺപക്ഷിയുടെ കണ്ണിന് ചുവന്ന നിറമാണ്, പെൺപക്ഷിയുടെ കണ്ണിന് കറുപ്പ് നിറവും. നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകാം. ഈ നാട്ടുകുയിലിന്റെ കണ്ണിന്റെ നിറം ചുവപ്പാണ്. ഇപ്പോൾ ഈ കാണുന്ന പക്ഷിയെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകില്ല, എന്നാൽ ഇതിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. മാവിന്റെയും പ്ലാവിന്റെയും മുകളിൽ നിന്ന് കുട്രു കുട്രു എന്ന ശബ്ദം. അതെ, ഇത് ചിന്ന കുട്രുവനാണ്, വൈറ്റ് ചീക്ക്ഡ് ബാർബറ്റ്. കുട്രു കുട്രു എന്ന സൗണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിനെ ചിന്ന കുട്രുവൻ എന്നാണ് വിളിക്കുന്നത്. കൂടാതെ ഇതിന്റെ കവിളിന് വെള്ള നിറമുള്ളത് കൊണ്ട് വൈറ്റ് ചീക്ക്ഡ് ബാർബറ്റ് എന്നും പറയും. ദേഹം മുഴുവൻ പച്ചയായതുകൊണ്ട് മരങ്ങളുടെ മുകളിൽ ഇരുന്നാൽ ഇലക്കൂട്ടത്തിനിടയിൽ നിന്ന് ഇവയെ കണ്ടുപിടിക്കുക പ്രയാസമായി. തലയിലെ ചാരനിറത്തിൽ വെള്ളപ്പട്ടകൾ പോകുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മരങ്ങളിൽ സ്വന്തമായി മാളങ്ങൾ നിർമ്മിച്ച് അതിലാണ് ഇവ കൂട് വെച്ച് മുട്ടയിടുന്നത്. കൂട് ഡിസംബർ മാസത്താണ് ഉണ്ടാക്കുന്നതെങ്കിലും ജൂൺ വരെ കുഞ്ഞിനെ വളർത്തുന്നു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് റൂഫസ് ട്രീ പൈൻ അഥവാ ഓലഞ്ഞാലിയെയാണ്. ഈ പക്ഷിക്ക് ഉടൽ മൈനയോളം മാത്രമേ വലുപ്പമുള്ളൂ. എന്നാൽ ഇവിടെ വാലിന് തന്നെ 31 സെന്റിമീറ്റർ നീളമുണ്ട്. മറ്റു പക്ഷികളുടെ മുട്ടകൾ തിന്നുന്ന വിരുദ്ധനാണ് ഇവ. അവയുടെ പ്രധാന ഇരകൾ നമ്മുടെ വേനൽക്കാലത്തെത്തുന്ന മഞ്ഞക്കിളികൾ തന്നെ. പുറമേ നിന്ന് നല്ല പക്ഷിയാണെന്ന് കരുതി മഞ്ഞക്കിളികൾ ഇവയുടെ കൂടിനരികെ കൂടുവെക്കുന്നു. എന്നാൽ മഞ്ഞക്കിളികൾ ഇല്ലാത്ത സമയം നോക്കി ഈ ഓലഞ്ഞാലി അവയുടെ മുട്ടകൾ തിന്നുകയാണ്. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പക്ഷിയായിരിക്കാം, ഓറിയന്റൽ മാഗ്പൈ റോബിൻ അഥവാ മണ്ണാത്തിപ്പുള്ള്. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കാണുന്ന ഒരു പക്ഷിയാണിത്. അലക്കുപണി ചെയ്യുന്ന മണ്ണാത്തിമാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പണ്ട്. അവരുടെ വേഷമാണ് ഈ പക്ഷിക്ക്. അവർ ഇരുണ്ട നിറത്തോടെയാണ് കാണപ്പെടുന്നത്. ഒപ്പം വെള്ള മേൽമുണ്ടും ധരിച്ചിട്ടുണ്ടാകും. അതേപോലെ മണ്ണാത്തിപ്പുള്ളിന് കറുത്ത ശരീരത്തിൽ വെള്ളപ്പട്ടകളാണ്. കൂടാതെ ഈ പക്ഷി പലപ്പോഴായി ഇതിന്റെ വാല് മുകളിലോട്ടും താഴോട്ടും ആട്ടാറുണ്ട്. അത് കാണുമ്പോൾ മണ്ണാത്തികൾ അലക്കുകല്ലിൽ തുണി അടിച്ച് അലക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ടുമാകാം മണ്ണാത്തി എന്ന പേര് വന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എവിടെയോ സംഗീതം വ്യക്തമായി കേൾക്കാം. പ്രാണികളും വിരകളും പുഴുക്കളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. മണ്ണാത്തിപ്പുള്ളും പാമ്പും ഇവർ രണ്ടുപേരും ആജന്മ ശത്രുക്കളാണ്. മണ്ണാത്തിപ്പുള്ള് ഒരു പാമ്പിനെ കണ്ടാൽ അപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു മരക്കൊമ്പിൽ നിന്ന് ചീറാൻ തുടങ്ങും. ഉച്ചത്തിൽ ഈ ചീറലിന്റെ അർത്ഥം അപായ സൂചനയാണ്. ഈ മണ്ണാത്തിപ്പുള്ള് കൂടുണ്ടാക്കുന്ന സ്ഥലത്ത് മറ്റൊരു പക്ഷിയെയും അടുപ്പിക്കുകയില്ല. സ്വന്തം വർഗത്തിൽപ്പെട്ട മറ്റൊരു പക്ഷിയെയും അടുപ്പിക്കുകയില്ല. പക്ഷെ മറ്റുള്ള പക്ഷികൾക്ക് ഇവയുടെ കൂടിനടുത്ത് വരാം. അതുകൊണ്ട് തന്നെ ബുൾബുളുകൾ, മറ്റു ചെറിയ പക്ഷികളെല്ലാം ഈ മണ്ണാത്തിപ്പുള്ളിന്റെ ഒപ്പം ചേർന്ന് പാമ്പിനെ തുരത്തി ഓടിക്കുന്നു. മരങ്ങളിലെ മാളത്തിലാണ് ഇവയുടെ കൂടുകൾ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് ടൈഗർ ഫ്ലൈകാച്ചർ എന്ന ഒരു ദേശാടന. നിങ്ങൾക്ക് ഈ പക്ഷിയെ കാണുന്നുണ്ടോ? കാണാം. ഇത് ടൈഗർ ഫ്ലൈകാച്ചർ എന്നറിയപ്പെടുന്ന ഒരു ദേശാടന കിളിയാണ്. ഇത് വടക്ക് ഹിമാലയത്തിൽ നിന്നാണ് വരുന്നത്. ഈ പക്ഷിയെ ഞാൻ പെട്ടെന്ന് തിരിച്ചറിയാൻ ഉപയോഗിച്ചത് ഇവയുടെ കഴുത്തിലുള്ള ആ ഒരു ഓറഞ്ച് നിറത്തിലുള്ള പൊട്ടാണ്.
റെഡ് ബ്രസ്റ്റഡ് ഫ്ലൈ കാച്ചർ എന്ന് പറയപ്പെടുന്ന മറ്റൊരു പക്ഷിയുണ്ട്. ഇതേപോലെ തന്നെയാണ് കാണുവാൻ. എന്നാൽ അവയ്ക്ക് മാറിടം വരെ ഈ ഓറഞ്ച് പൊട്ട് നീളുന്നു. കൂടാതെ ഇവയുമായി തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പക്ഷിയാണ് ബ്ലിറ്റ്സ് റീഡ് വാർബ്ലർ. ടൈഗർ ഫ്ലൈ കാച്ചറിന്റെയും ബ്ലിറ്റ്സ് റീഡ് വാർബ്ലറിന്റെയും സൗണ്ട് ഈ ഒരു സൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത പക്ഷിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ സാധാരണ കാണുന്ന പക്ഷിയുടെ ദേഹം മുഴുവൻ ചോക്ലേറ്റ് നിറമാണ്. 2 മൈനകൾ കുളിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. മരത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ഇര തേടൽ നിലത്ത്. കണ്ണിന് ചുറ്റും നഗ്നമായ ഒരു മഞ്ഞ ചർമ്മം നിങ്ങൾക്ക് കാണാം. ആഹാരം പുഴു, വിര, പ്രാണി, മനുഷ്യൻ കളയുന്ന മറ്റ് ആഹാര വസ്തുക്കൾ, പഴങ്ങൾ എന്നിവയാണ്. തത്തയുടെ കൂടുകൾ ഇവ കയ്യേറി അവിടെയാണ് കൂട് നിർമ്മിച്ച് മുട്ടയിടുന്നത്. പച്ചത്തുള്ളനെ പോലെയുള്ള കീടങ്ങളെ പിടിച്ചു തിന്ന് ഇവ കൃഷിക്കാരന് സഹായം ചെയ്യുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലിറ്റ്സ് റീഡ് വാർബ്ലർ. ഈറ്റപ്പോളപ്പൻ എന്നാണ് ഇതിന്റെ പേര്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? മാഷെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇതാണ് ബ്ലിറ്റ്സ് റീഡ് വാർബ്ലർ. ഇതിന്റെ സൗണ്ടാണ് ടൈഗയുമായി സാമ്യമുള്ളത്. ഇവ കൂട് നിർമ്മിക്കുന്നത് ഹിമാലയത്തിന് വടക്കാണ്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള പൊന്തകളിൽ കൂടെ ഇവ ചാടി നടക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. പച്ച കലർന്ന തവിട്ട് നിറമാണ് ഇവയ്ക്ക്. ഇവയ്ക്ക് മലയാളത്തിൽ ഈറ്റപ്പൊളപ്പൻ എന്നാണ് പേര്. ഈറ്റയുടെ തൊലി അടർത്തിയെടുത്ത് അതിലുള്ള പുഴുക്കളെയും മറ്റു ചെറുജീവികളെയും ഇവ ഭക്ഷിക്കുന്നു. ഇത് നിങ്ങൾ പലപ്പോഴേ കണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണ്. ചെമ്പൻ മുള്ളൻ കോഴി എന്നറിയപ്പെടുന്ന റെഡ് സ്പർഫൗ. ഇതാണ് ചെമ്പൻ മുള്ളൻ കോഴി. മലയാടിവാരം, മലഞ്ചെരിവ് തുടങ്ങിയ സ്ഥലങ്ങളിലെ കുറ്റിക്കാടുകളിലാണ് ഇവ കാണപ്പെടുന്നത്. ഇവ മരങ്ങളിലാണ് ചേക്കേറുന്നത്. കർക്വക് എന്ന സൗണ്ടാണ് ഇവയ്ക്ക് പൊതുവായി. നമ്മുടെ നാട്ടിലുള്ള കോഴികൾക്കും ഗ്രേ ജംഗിൾ ഫൗൾ എന്നറിയപ്പെടുന്ന മറ്റൊരു കാട്ടുകോഴിക്കും വളഞ്ഞൊരു അങ്കവാല് ദൃശ്യമാണ്. എന്നാൽ ഈ കാട്ടുകോഴികൾക്ക് ആ വളഞ്ഞ അങ്കവാൽ ദൃശ്യമല്ല. ഇത് അടയിരിക്കുന്ന ഒരു റെഡ് സ്പർഫൗൾ ആണ്. ഞങ്ങളെ കണ്ട ഉടനെ അത് പറന്നുപോയി. അന്നപ്പോൾ ഞങ്ങൾ അതിന്റെ കൂടിന്റെ ചെറിയൊരു ദൃശ്യവും മുട്ടകളുടെ ദൃശ്യവും എടുത്തു. ഇത് ഞങ്ങളുടെ കിണറിന്റെ വലയിൽ കുടുങ്ങിയ ഒരു തേൻകിളിയാണ്. ഇത് കൊക്കൻ തേൻകിളി എന്നറിയപ്പെടുന്ന ലൊട്ടൻസ് സൺബേർഡ് ആണ്. ഇവയുടെ വളഞ്ഞ കൊക്ക് തന്നെയാണ് ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ചെമ്പരത്തി പോലുള്ള വലിയ സസ്യങ്ങളിൽ നിന്നും തേൻ ഊറ്റി കുടിക്കുവാൻ വേണ്ടിയാണ് ഈ വളഞ്ഞ കൊക്ക്. ഈ പക്ഷികളെ നിങ്ങൾക്ക് ചിലപ്പോഴേ അറിയുകയുണ്ടാവും. ഇത് ഇന്ത്യൻ പിറ്റ എന്നറിയപ്പെടുന്ന കാവി എന്ന പക്ഷിയാണ്. ഇവ ഹിമാലയത്തിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. ഇവയ്ക്ക് ഹിന്ദിയിൽ നവരംഗ എന്നാണ് പറയുന്നത്. ഇവയ്ക്ക് 9 നിറങ്ങളുണ്ടത്രേ. അതിൽ പല നിറങ്ങളിലും നമ്മൾക്ക് ഇപ്പോൾ കാണാം. അതിന്റെ ചിറകിലുള്ള പച്ച, ആ നീലവര, ഓറഞ്ച് വയറ്, ചുവന്ന വാല്, കറുത്ത കൺപട്ട, റോസ് നിറമുള്ള കാല്, ഇവയെല്ലാമാണ് ഇവയെ നവരംഗ എന്ന് പറയുന്നത്. കൂടാതെ തെലുങ്കിൽ ചെറുപക്ഷികളെ പിറ്റ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇവയെ ഇന്ത്യൻ പിറ്റ എന്ന് പറയുന്നത് ഉണ്ട്. പാറ നിറഞ്ഞ ചതുപ്പ് നിലങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണുന്നത്.
6 മുട്ടകൾ ഇടുന്ന ഈ പക്ഷി പൊന്തക്കാടിലാണ് പ്രധാനമായും കൂടുകൂട്ടാറ്. ഇവ ഇടയ്ക്കിടയ്ക്ക് ചെന്നായ ഓരിയിടുന്ന ശബ്ദം ഉണ്ടാക്കാറുണ്ട്. നമ്മൾക്ക് അടുത്തതായി എന്റെ പ്രകൃതി നിരീക്ഷണത്തിലെ ചില ശലഭങ്ങളെ നോക്കാം. ഈ ശലഭങ്ങളെ എനിക്ക് ഫോട്ടോ എടുക്കാൻ സഹായിച്ചത് എന്റെ അച്ഛനും അമ്മയുമാണ്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശലഭ നിരീക്ഷണം തുടങ്ങിയത്. അപ്പോൾ വീടിന് മുൻപിലുള്ള കിണറിന്റെ വലകളിൽ ഒരു ഗരുഡ കൊടി എന്ന ചെടി വളരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അതിൽ 3 വ്യത്യസ്ത തരത്തിൽപ്പെട്ട പുഴുക്കളെ കണ്ടു. അവയിൽ ഒരു തരത്തിൽപ്പെട്ട പുഴുവിനെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. പിന്നെ ഇങ്ങനത്തെ ഈ ഒരു പുഴുവിനെയാണ് പിന്നീട് കണ്ടത്. അതിനുശേഷം കണ്ട പുഴുവാണ് ഇത്. ഞങ്ങൾ ഗൂഗിൾ ലെൻസ് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് കോമൺ റോസ് എന്നറിയപ്പെടുന്ന ചിത്രശലഭത്തിന്റെയും ക്രിംസൺ റോസ് എന്നറിയപ്പെടുന്ന ചിത്രശലഭത്തിന്റെയും കൂടാതെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമായ സദേൺ ബേർഡ് എന്നറിയപ്പെടുന്ന ചിത്രശലഭത്തിന്റെയും ലാർവകളാണിത്. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് സദേൺ ബേർഡ് എന്ന ചിത്രശലഭം പ്യൂപ്പയായി ഇരിക്കുന്നതാണ്. കോമൺ റോസ് എന്ന ചിത്രശലഭം അതിന്റെ പ്യൂപ്പയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. ഗരുഡ ശലഭം അതിന്റെ പ്യൂപ്പ ഘട്ടത്തിൽ നിന്നോ പുറത്തു വരുന്നതാണ്. ഒരുവിധം അത് പുറത്തെത്തിക്കഴിഞ്ഞിരിക്കും. ഗരുഡ ശലഭത്തിൽ ആണിനും പെണ്ണിനും വ്യത്യാസമുണ്ട്. ആൺശലഭത്തിനും പെൺശലഭത്തിനുമുള്ള മഞ്ഞ പൊട്ടുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകും. ആൺശലഭത്തിന് മുഴുവൻ മഞ്ഞ പൊട്ടാണ്. പക്ഷേ പെൺശലഭത്തിന് ആ മഞ്ഞ പൊട്ടുകൾക്കിടയിൽ കറുത്ത പൊട്ടുകൾ കാണപ്പെടുന്നു. കൂടാതെ പെൺശലഭം ആൺശലഭത്തിനേക്കാൾ വലുതാണ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലേ? ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് ചോക്ലേറ്റ് ആൽബട്രോസ് എന്നറിയപ്പെടുന്ന നീർമാതള ശലഭത്തിനെയാണ്. ഈ ശലഭം നീർമാതളത്തിലാണ് മുട്ടയിടുന്നത്. ഇവ അടുപ്പിച്ചടുപ്പിച്ച് 2-3 മുട്ടകളായാണ് ഇടാറ്. നിങ്ങൾക്കത് ഇപ്പോൾ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ മുട്ടയിടുന്നത്? ഈ അരിമണിയുടെ ആകൃതിയിൽ കാണുന്നതാണ് അതിന്റെ മുട്ട. ഇത് മരോട്ടി ശലഭം. മരോട്ടിയാണ് ഇതിന്റെ ലാർവ ഭക്ഷണ സസ്യം, ലാർവ തിന്നുന്ന സസ്യം. എന്നാൽ ഇത് ഇപ്പോൾ മുട്ടയിട്ടിരിക്കുന്നത് പാഷൻ ഫ്രൂട്ടിന്റെ വള്ളിയിലാണ്. ഈ മുട്ടകൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കൗതുകം തോന്നി. അതിനാൽ ഞങ്ങൾ ഈ മുട്ടകളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ വിരിഞ്ഞ ഉടനെ അത് പാഷൻ ഫ്രൂട്ടിന്റെ ഇലകൾ ഭക്ഷിച്ചില്ല. അപ്പോൾ ഞങ്ങൾ മരോട്ടിയുടെ ഇലയും കൊടുത്തു നോക്കി. പക്ഷെ അതും കഴിച്ചില്ല. പക്ഷെ കുറച്ചേ കഴിച്ചുള്ളൂ. അവസാനം അത് അധികം ഭക്ഷണം കഴിക്കാതെ ചത്തുപോവുകയും ചെയ്തു. ഒരു പുഴു മുട്ടയിൽ നിന്ന് പുറത്തു വന്നാൽ അതിന്റെ ആദ്യ ഭക്ഷണം സ്വന്തം മുട്ടയുടെ തോട് തന്നെയാണ്. വളർച്ചാ ഘട്ടത്തിൽ അവ ഇലകൾ ഭക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു നിശാശലഭത്തിന്റെ ലാർവയെയാണ്. ഒലിയാൻഡർ ഹോക്മോത്ത് എന്നറിയപ്പെടുന്ന നന്ദ്യാർ വട്ടത്തിൽ കാണപ്പെടുന്ന ഒരു നിശാശലഭം സ്വന്തം തൊലി ഉരിഞ്ഞ് ആ തൊലി ഭക്ഷിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് ഡെത്ത്സ് ഹെഡ് ഹോക്മോത്ത് എന്നറിയപ്പെടുന്ന ഒരു തരം നിശാശലഭമാണ്. ഇതിപ്പോൾ കഴിക്കുന്നത് വട്ടപ്പെരുകിലയാണ്. ഇവയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവ പ്യൂപ്പയാകുവാൻ വേണ്ടി മണ്ണിനടിയിലേക്കാണ് പോവുക. അങ്ങനെ മണ്ണിനടിയിലേക്ക് പോകുന്ന പുഴുവിന്റെ ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഇങ്ങനെ മണ്ണിനടിയിലേക്ക് പോയ പുഴുവിൽ നിന്ന് 9 ദിവസത്തിന് ശേഷം ഒരു തരത്തിൽപ്പെട്ട ഈച്ചയാണ് പുറത്തു വന്നത്. ഇതിന് പറയുന്നത് പാരസൈറ്റ് എന്നാണ്. കടന്നലുകൾ, ഈച്ചകൾ തുടങ്ങിയ ജീവികൾ അതിന്റെ വർഗം നിലനിർത്തുവാൻ വേണ്ടി ശലഭപ്പുഴുക്കളിൽ അതിന്റെ മുട്ടകൾ നിറയ്ക്കുന്നു. എന്നാൽ ശലഭപ്പുഴുവിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ കടന്നലിന്റെയും ഈച്ചയുടെയും ലാർവകൾ ഈ പുഴുവിനെ ഉള്ളിൽ നിന്ന് ഭക്ഷിക്കുവാൻ തുടങ്ങുന്നു.
അതിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം ഭക്ഷിച്ചതിന് ശേഷം ഇവ പുറത്തേക്ക് വന്നിട്ട് ഈ പുഴുവിനെ ഒന്നടങ്കം ഭക്ഷിക്കുന്നു. എന്നതിന് ശേഷം ഇവ ഈച്ചകളായി പറന്നു പോകുന്നു. ഈ ശലഭത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇത് ബുദ്ധമയൂരിയാണ്, നമ്മുടെ സംസ്ഥാന ഔദ്യോഗിക ചിത്രശലഭം. ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ചിത്രശലഭമാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ശലഭം ഇപ്പോൾ എണ്ണത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം നമ്മൾ ഇതിന്റെ ലാർവ ഭക്ഷണ സസ്യമായ മുള്ളിലവ്, ചില സ്ഥലങ്ങളിൽ ഇതിനെ കുയിലി എന്നും പറയുന്നു. നമ്മൾ ഈ മരങ്ങൾ മുറിക്കുകയാണ്. ഈ ബുദ്ധമയൂരിക്ക് ഒരൊറ്റ ലാർവ ഭക്ഷണ സസ്യമേ ഉള്ളൂ. ചില ശലഭങ്ങൾക്ക് അനേകം ലാർവ ഭക്ഷണ സസ്യങ്ങളുണ്ട്. അതിനാൽ ഈ മരങ്ങൾ മുറിക്കുന്നതോടെ ബുദ്ധമയൂരിക്ക് മുട്ടയിടാൻ സ്ഥലം ഇല്ലാതാവും. അങ്ങനെ ഇവയ്ക്ക് മുട്ടയിടാൻ പറ്റാതാവുകയും പുതിയ ശലഭങ്ങൾ വരാതിരിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ പുഴുവിന് ഈ കുയിലിയുടെ ഇര ഭക്ഷിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ പലരുടെയും തെറ്റിദ്ധാരണ ചിത്രശലഭങ്ങൾ പൂന്തേൻ മാത്രമേ ആഹാരമാക്കുകയുള്ളൂ എന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, മൺചൊട്ട ശലഭം എന്നറിയപ്പെടുന്ന ഒരു ചിത്രശലഭം പഴങ്ങളുടെ നീര് ഊറ്റി കുടിക്കുന്നു. നമ്മളുടെ സൈനികർ ശത്രുക്കൾ കാണാതിരിക്കുവാൻ വേണ്ടി പല സ്ഥലത്തും ഒളിച്ചിരിക്കുന്നു. അതേപോലെ ഒളിച്ചിരിക്കുന്ന ഒരു നിശാശലഭത്തെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇത് ഒരു നിശാശലഭമാണ്. നമ്മുടെ ചിത്രശലഭങ്ങളും ഇതുപോലുള്ള ക്യാമഫ്ലാഷ് ചെയ്യുന്നു. ഇത് വാൻഡറർ എന്നറിയപ്പെടുന്ന നാടോടി ശലഭമാണ്. ഈ പ്രൊബോസിസ് എന്ന അവയവമാണ് ഈ ചിത്രശലഭങ്ങളെ തേൻ നുകരാൻ സഹായിക്കുന്നത്. ഇതിന് വളരെ നീണ്ട ഒരു പ്രൊബോസിസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നീണ്ട പുഷ്പങ്ങളിൽ നിന്ന് ഇവയ്ക്ക് അനായാസം നമ്മുടെ ചിത്രശലഭങ്ങളെല്ലാം ഭക്ഷ്യശൃംഖലയിൽ ഭാഗമാകുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നോക്കൂ. എട്ടുകാലികൾ, ഉറുമ്പുകൾ തുടങ്ങിയ ജീവികളാൽ ഇവ ഭക്ഷിക്കപ്പെടുന്നു. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പാരസൈറ്റുകളായ വാസ്പുകളിൽ നിന്ന്. ഇപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവ ഈ പുഴുവിനെ ആക്രമിക്കുകയല്ല, പകരം സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഈ പുഴു ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദ്രാവകം ഊറ്റിക്കുടിക്കുവാൻ വേണ്ടിയാണ് ഈ പുഴുവിന് ചുറ്റും കൂടുന്നത്. ഈ ഉറുമ്പുകൾ ഈ പുഴുവിനെ സ്വന്തം കൂട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് കൂടിന് വെളി എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പുഴു പക്ഷികളിൽ നിന്നും രക്ഷപ്പെടുന്നു. ഈ ചെടി കിലുക്കി എന്നറിയപ്പെടുന്ന ഒരു തരം ചെടിയാണ്. ഇതിലുള്ള ഇത് കിലുക്കി ചെടിയാണ്. ഈ ചെടിയുടെ പാൽ ഊറ്റി കുടിക്കാൻ വേണ്ടിയാണ് ആ ചിത്രശലഭങ്ങൾ ഈ സസ്യങ്ങൾക്ക് ചുറ്റും വന്നുകൂടുന്നത്. അടുത്തതായി നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ ചില പക്ഷി സങ്കേതങ്ങൾ പരിചയപ്പെടാം. തട്ടേക്കാട്, കുമരകം, കടലുണ്ടി തുടങ്ങിയ അനേകം പക്ഷി സങ്കേതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കൂടാതെ പാതിരാമണൽ, കുറുവ ദ്വീപ്, പക്ഷിപാതാളം, ഷോളയാർ തടം, മംഗളവനം തുടങ്ങിയ സ്ഥലങ്ങളിലും പക്ഷികൾ അനേകമായി കാണപ്പെടുന്നു. അപ്പോൾ നമുക്ക് തട്ടേക്കാടിനെ കുറിച്ച് ചെറുതായി അറിയാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങളിൽ ഒന്നാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. സലിം അലി പക്ഷി സങ്കേതം എന്നും ഇവയ്ക്ക് മറ്റൊരു പേരുണ്ട്. ഹിമാലയം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ദേശാടനം ചെയ്തു വരുന്ന പക്ഷികൾ ഇവിടെയാണ് വസിക്കുന്നത്. കൂടാതെ കുമരക കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാതിരാമണൽ ദ്വീപ് വേമ്പനാട്ട് കായലിലെ ഒരു ദ്വീപാണ്.
കടലുണ്ടി മലപ്പുറം ജില്ലയിലെ കടലുണ്ടി നദിയിലെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്നു. കൂടാതെ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മംഗളവനത്തും അനേകം പക്ഷികളെ കാണാറുണ്ട്. നമ്മുടെ ഔദ്യോഗിക നമ്മുടെ ഔദ്യോഗിക പക്ഷിയായ മലമുഴക്കി വേഴാമ്പൽ ഇപ്പോൾ എണ്ണത്തിൽ കുറവാണ്. കൂടാതെ വെള്ളവയറൻ കടൽ പരുന്തും എണ്ണത്തിൽ കുറവാണ്. ഈ മലമുഴക്കി വേഴാമ്പൽ കുറയാനുള്ള പ്രധാന കാരണം ഈ കാട്ടിലുള്ള ചില വേട്ടക്കാർ ഈ മലമുഴക്കി വേഴാമ്പലിനെ പിടിച്ച് മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. കൂടാതെ വെള്ളവയറൻ കടൽ പരുന്തിന്റെ 18 കൂടുകൾ മാത്രമേ നമ്മുടെ കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ 2 പക്ഷികൾക്കും നല്ല ഉയരമുള്ള മരങ്ങൾ തന്നെ കൂടുകൂട്ടാൻ വേണം. പക്ഷേ മരങ്ങളെല്ലാം നമ്മളിപ്പോൾ വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവയ്ക്ക് കൂട് കെട്ടാൻ സ്ഥലവും ഇല്ലാതായി. പിന്നെ പറയാനുള്ളത് കഴുകൻ. പലർക്കും കഴുകനോട് വെറുപ്പും ഭയവും ദേഷ്യവുമാണ്. കാരണം അവ മൃതശരീരങ്ങൾ ഭക്ഷിക്കുന്ന ഒരു വൃത്തികെട്ട പക്ഷിയാണെന്നാണ് പലരും പറയുന്നത്. എന്നാൽ കഴുകൻ നമ്മുടെ കാടുകളും മറ്റും വൃത്തിയായി സംരക്ഷിക്കുന്നു, ഈ മൃതശരീരങ്ങൾ ഭക്ഷിച്ചുകൊണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ എവിടെയും കാണാൻ പറ്റുന്ന ഒരു പക്ഷിയായിരുന്നു കഴുകൻ. ഇപ്പോൾ കാസർഗോഡ് കഴുകന്മാര് വളരെ കുറവാണ്. ഒരു തരത്തിൽപ്പെട്ട കഴുകനെ മാത്രമേ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. പണ്ട് ആലപ്പുഴ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും തോട്ടിക്കഴുകൻ എന്നറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ വൾച്ചറിനെ കണ്ടുവരുമ്പോഴായിരുന്നു. ഇപ്പോൾ അതിനെയൊന്നും കാണാറില്ല. കൂടാതെ കർണാടകയിലുള്ള കഴുകന്മാരുടെ പ്രധാന ഭക്ഷണം ചത്ത പശുക്കളായിരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് പശുക്കൾക്ക് വേദന സംഹാരിയായി ഒരു മരുന്ന് വന്നു. ഈ മരുന്ന് കഴിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം മരിച്ചു പോകുന്ന പശുക്കളെ ഈ കഴുകന്മാർ ഭക്ഷിക്കുന്നു. അതിനാൽ ഈ കഴുകന്മാരുടെ ഉള്ളിൽ ഈ വേദന സംഹാരി എത്തുന്നു. അത് ഈ കഴുകന്മാർക്ക് ദോഷമായി അവ മരിച്ചു പോവുകയും ചെയ്യുന്നു. അനേക പക്ഷിശാസ്ത്രജ്ഞന്മാർ ഇതിനെപ്പറ്റി ഗവേഷണം ചെയ്തു നോക്കി. എന്നാൽ അവർക്ക് ഇതിന്റെ വ്യക്തമായ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവസാനം പാകിസ്ഥാനിൽ വെച്ച് നടന്ന ഒരു പഠനത്തിൽ നിന്നാണ് ഈ വേദന സംഹാരിയാണ് ഇവരുടെ മരണത്തിന് കാരണമെന്ന് കണ്ടുപിടിക്കുകയുണ്ടായി. ഇപ്പോൾ ഞാൻ പറഞ്ഞ പക്ഷി സങ്കേതങ്ങളിലെല്ലാം നിങ്ങൾക്ക് പോകാം. എന്നാൽ നമ്മൾ പക്ഷി നിരീക്ഷണത്തിന്റെ ആദ്യ പടിയായി ചെയ്യേണ്ടത് ബാക്ക്യാർഡ് ബേർഡിംഗ് ആണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ അനേകം പക്ഷികളെ കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ തന്നെ 107 പക്ഷികളെ എന്റെ വീടിന് ചുറ്റും കണ്ടുപിടിച്ചിരിക്കുന്നു. നിങ്ങൾക്കും അതേപോലെ അനേകം പക്ഷികളെ കണ്ടുപിടിക്കാം വീടിന് ചുറ്റും. ഇതൊക്കെയാണ് എന്റെ പ്രകൃതി നിരീക്ഷണ അനുഭവങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയെ ഇഷ്ടപ്പെടുക, സംരക്ഷിക്കാൻ ശ്രമിക്കുക. കൂടാതെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഇടുക്കിയിലെ ക്യാമ്പിൽ പോയപ്പോൾ വയനാട്ടിൽ നിന്ന് വന്നൊരു കുട്ടി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ മരങ്ങൾ നടുന്നു, പക്ഷെ ആരെങ്കിലും അവ തുടർന്ന് പരിപാലിച്ചു പോകുന്നുണ്ടോ? ചിലരൊക്കെ പരിപാലിച്ചു പോകുന്നുണ്ട്, പക്ഷെ പലരും ഇപ്പോൾ അവ നടുന്നു. പരിസ്ഥിതി ദിനമല്ലേ, ഒരു മരം നട്ടേക്കാം എന്ന് പറഞ്ഞു നടന്നു, പക്ഷെ അതിനെ പിന്നീട് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. അങ്ങനെ നമ്മൾ ചെയ്തുകൂടാ. നമ്മൾ ഒരു ചെടിയെ നടുകയാണെങ്കിൽ അവ വളർന്നു വലുതാവുന്നത് വരെ നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും പ്രകൃതി നിരീക്ഷണം തുടങ്ങാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. അനേകം പക്ഷികളെയും കാണാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. ചിത്രശലഭങ്ങളെയും മറ്റനേകം ജീവികളെയും കാണാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശുഘോഷിന്റെ ഗംഭീര പ്രസന്റേഷൻ ആയിരുന്നു. നമ്മുടെ ഇതില് നമ്മുടെ കൊച്ചു പക്ഷി നിരീക്ഷകരായ കുറച്ച് കുട്ടികളുണ്ട് ഈ ഗ്രൂപ്പിൽ തന്നെ. ബേർഡിംഗ് ചാലഞ്ചിൽ ഉള്ള 2 ഗ്രൂപ്പായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽപ്പെട്ട കുട്ടികൾക്ക് ആദ്യം
ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. യങ് ബേർഡേഴ്സ് കം ഫോർവേഡ് പ്ലീസ്. മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പരമാവധി ബാക്കിയുള്ള ആളുകൾ അത് ഉപയോഗിക്കാതിരിക്കുക. ഇത് കുട്ടികൾക്ക് വേണ്ടി പ്രാഥമികമായിട്ട് നമ്മൾ കുറച്ച് ആഴ്ചകളായിട്ട് ചെയ്തു വരുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അശ്വഘോഷിന്റെ പരിപാടി അതൊരു ഓപ്പൺ സെഷനായിട്ട് നമ്മൾ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ കുട്ടികളുടെ സംശയങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളവരിലേക്ക് പോവാം. എനിക്ക് പക്ഷികളെ കുറിച്ച് അധികം ഒന്നും അറിയില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ എനിക്കറിയുള്ളൂ. കൂടാതെ ഞാൻ ചിന്നക്കുട്ടുറവനിൽ ശ്രദ്ധിച്ചൊരു പ്രധാന കാര്യം ഇതായിരുന്നു. ഈ ചിന്നക്കുട്ടുറവൻ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് അതിന്റെ വാലാദ്യം വെള്ളത്തിലിട്ട് വൃത്തിയാക്കുന്നു, എന്നതിന് ശേഷമേ അത് വെള്ളം കുടിക്കുന്നുള്ളൂ. എനിക്ക് അതിന്റെ പല വീഡിയോകളിലും കിട്ടിയിട്ടുണ്ട്. അതിലെല്ലാം ഇവ വാല് കഴുകിയതിനു ശേഷം മാത്രമാണ് വെള്ളം കുടിക്കുന്നത്. ഇതിന്റെ ശരിയായ കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ പിന്നെ യൂസർ ഐ ഡി നോക്കുമ്പോൾ കുട്ടികൾ ആരൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാവുന്നില്ല. കുട്ടികളുള്ളവര് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ മുന്നോട്ട് വരണം പ്ലീസ്. കുട്ടികളൊന്നും പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. സജിത്ത് കുമാർ എന്ന് പറയുന്ന ആളുടെ പറയുന്നില്ല ഒന്നും. ഒരു കുഞ്ഞി അനില ഉണ്ടോ? കുഞ്ഞിണ്ടോ? ഓക്കെ, നിഹാരിക്കാണോ? Ashwagosh, we have met in Parava. My name is Neharika. Thank you for this class. Okay, you are welcome. Thank you. മാഷെ, സജിത്ത് എന്നുള്ള നമ്പർ എന്റെ വല്യച്ഛന്റെ നമ്പറാ. മറ്റു കുട്ടികൾ ആരും വരുന്നില്ലേ മക്കളെ? ആരൊക്കെ ഉണ്ടെന്ന് അറിയുന്നില്ല. അശ്വഘോഷ് നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. താങ്ക് യു. നന്നായിട്ട് കുറച്ചുകൂടി മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് താങ്ക് യു. ഓക്കെ, യു ആർ വെൽക്കം. കുട്ടികൾ ഏതാണ്ട് സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ എല്ലാവർക്കും ചോദിക്കാനുള്ള അവസരം കൊടുക്കാം അല്ലേ? അതെ അതെ അതെ. ഈ ടൈഗ ഫ്ലൈ കാച്ചർ എങ്ങനെയാ കണ്ടത്? ഞാൻ അതിന്റെ ഫോട്ടോ കണ്ടപ്പോ ഭയങ്കര കൊതിയായി. കാരണം അതിനെ അങ്ങനെ എളുപ്പം കാണാൻ കിട്ടുന്ന ഒരു പക്ഷിയല്ല. അത് ഞങ്ങള് ഈ വെള്ളം കുടിക്കുന്ന നേരത്ത് ഫോണിന്റെ ക്യാമറ ഓൺ ആക്കി വെക്കുമായിരുന്നല്ലോ. അന്നപ്പം പെട്ടെന്ന് ഒരു ദിവസം പക്ഷികളൊന്നും കിട്ടാത്ത ഒരു ദിവസം ഞങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ആക്കാൻ നിൽക്കുമ്പോഴാണ് അവസാനം എന്തോ മിന്നായം പോലെ ചെറിയ പക്ഷി ഒന്ന് വെള്ളം കുടിച്ചു പോകുന്നത് കണ്ടത്. പിന്നീട് അത് സ്റ്റക്കാക്കി നോക്കിയപ്പോൾ മനസ്സിലായി അത് ടൈഗ ഫ്ലൈ കാച്ചർ ആണ്. അപ്പൊ ഞാൻ എന്റെ കയ്യിലൊരു ബുക്ക് ഉണ്ട്, ബേർഡ്സ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞിട്ട്. അതാണ് ഞാനിപ്പം ബേർഡ്സിനെ ഐഡി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അന്നപ്പോ അതിൽ ടൈഗ ഫ്ലൈ കാച്ചറിനെയും കണ്ടു, റെഡ് ബ്രസ്റ്റഡ് ഫ്ലൈ കാച്ചറിനെയും കണ്ടു. സംശയമായോണ്ട് ഞാന് പറവ ഗ്രൂപ്പിലേക്ക്, എന്റെ ഒരു ബേർഡിംഗ് ഗ്രൂപ്പാണ്, പറവ ഗ്രൂപ്പിലേക്ക് ഇട്ടു. അപ്പം ശ്യാം സാർ പറഞ്ഞു അത് ടൈഗ ഫ്ലൈ കാച്ചർ തന്നെയാണ്, റെഡ് ബ്രസ്റ്റഡ് ഫ്ലൈ കാച്ചറിന് ലേശം കൂടി ആ ഓറഞ്ച് ഭാഗം താഴേക്ക് നീളുമെന്ന്. അങ്ങനെയാണ് ടൈഗ എന്ന് ഉറപ്പിച്ചത്.
ഓക്കെ. ഹലോ. പറഞ്ഞു സാർ. ഞാന് ഫേസ്ബുക്കിൽ പലപ്പോഴും VC ബാലകൃഷ്ണന്റെ ഈ വെബിനാറിനെ കുറിച്ച് കണ്ടു. ഇതുവരെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത്തവണ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. വളരെ ഗംഭീരമായിരുന്നു അശോക് ഘോഷ് പ്രസന്റേഷൻ. ഞാൻ വളരെ എൻജോയ് ചെയ്തു. എനിക്ക് ചില സജഷൻസും പിന്നെ ചില സംശയങ്ങളുണ്ട്. അതൊന്ന് ഞാൻ ചോദിക്കുകയാണ്. ഒന്ന്, എത്ര സമയം ഈ ഒരു ദിവസം എത്ര സമയം ചെലവഴിക്കും ഈ കാര്യങ്ങൾക്ക്? അത് അങ്ങനെ ഞാന് സ്പെഷ്യലായിട്ട് ടൈം ഒന്നും അങ്ങനെ വെക്കാറില്ല. ഒരു സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ വൈകുന്നേരം ഒക്കെ വീട്ടിന്റെ വളപ്പില് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പ്രദേശങ്ങളിൽ പോയിട്ട് പക്ഷികളെ നിരീക്ഷിക്കാറാ പതിവ്. ഇത് ഈ പക്ഷികളെ കുറിച്ച് എഴുതാൻ കഴിയോ മലയാളത്തിൽ നന്നായിട്ട്? മലയാളത്തില് ഒരുവിധം പക്ഷികളെ മലയാളം പേര് അറിയാം. പിന്നെ ഇതിന്റെ സയന്റിഫിക് നെയിമും കൂടി ഇപ്പോ വേർഡ്സ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് വെച്ചിട്ട് അതിന്റെ സയന്റിഫിക് നെയിമും കൂടി ഈ ഇതിന്റെ ഡോക്യുമെന്റേഷൻ കുറച്ചും കൂടി ഗംഭീരാക്കണം. കാരണം എങ്കിലേ നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു ഇത് കിട്ടും. അപ്പൊ സയന്റിഫിക് നെയിം വേണം. പിന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം ഈ പക്ഷികളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ? അതുപോലെ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു റേസിംഗ് പ്രാവുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവ് വംശമുണ്ട്. അതപ്പോ ഈ കാലാവസ്ഥന്റെ ഇത് വെച്ചിട്ടാണ് അത് മെയിൻ ആയിട്ട് മൈഗ്രേഷൻ ചെയ്യാറ്. ഇപ്പൊ നമ്മൾ ഈ മാർച്ച്, മെയ്, ഏപ്രിൽ മാസങ്ങളിൽ ഭയങ്കര ചൂടായോണ്ട് അതിനെ കാലാവസ്ഥ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാണ്ടായി. അവസാനം അതിന് മൈഗ്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നാക്കാൻ പറ്റാതെ അവിടെ. പിന്നെ ഒരു കാര്യം, ഈ ട്രഡീഷണൽ നോളജ് പറഞ്ഞു, അതായത് നാട്ടറിവ്, ചെമ്പോത്തിനെ കുറിച്ചൊക്കെ അങ്ങനെയുള്ള ട്രഡീഷണൽ നോളജ് കുറച്ച് കൂടുതൽ ശേഖരിക്കുക. കാരണം അത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രഡീഷണൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലപ്പഴക്കമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ അശോക് ഘോഷിനെ പോലുള്ളവര്, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പക്ഷികളെ കുറിച്ച് അശോക് ഘോഷ് പറഞ്ഞു, അതിന്റെ പ്രത്യേകത. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ കൂടുതൽ ഡോക്യുമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ കൂടുതൽ കുട്ടികളെ ഈ അശോക് ഘോഷ് പോലെയുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് പക്ഷി നിരീക്ഷണത്തിലും ശലഭ നിരീക്ഷണത്തിലേക്ക് ആകർഷിക്കാൻ കഴിയണം. എങ്കിലേ നമുക്ക് ഈ പ്രകൃതി സംരക്ഷണം എന്നുള്ളത് പലരും സംസാരിക്കുക മാത്രമേ ചെയ്യുന്നു. പക്ഷെ അശോക് ഘോഷിനെ പോലുള്ളവര് അത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ ഒബ്സർവ് ചെയ്തിട്ട് കാര്യങ്ങള് മനസ്സിലാക്കുന്നു. അപ്പൊ അത് മറ്റു കുട്ടികളിലോട്ടും അത് പകരാൻ കഴിയോ? അവരും ഇതുപോലെ പ്രകൃതിയെ സ്നേഹിക്കും. ഈ നമ്മള് പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെയാണ് മറ്റ് ജീവികളും സസ്യങ്ങളും എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അത് അശോക് ഘോഷിന്റെ ഈ പ്രസന്റേഷനിലെ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, അല്ലെ? അശോക് ഘോഷ് ഈ പ്രസന്റേഷൻ വഴി മറ്റുള്ളവരിലോട്ട് പകർന്നു കൊടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെയാണ് മറ്റു ജീവികൾക്ക്. അവർക്കും ഒരു ലൈഫുണ്ട്, അവരുടേതായ രീതിയിൽ ജീവിക്കുന്നു. അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്, അല്ലേ? പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിലുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പൊ അശോക് ഘോഷ് ഈ ശലഭങ്ങളെ കുറിച്ചും പക്ഷികളെ കുറിച്ചും അശോക് ഘോഷ് മനസ്സിലാക്കിയ കാര്യം വളരെ ഭംഗിയായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ അവതരിപ്പിച്ചു.
വളരെ ഗംഭീരായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ കുട്ടികൾ പ്രസന്റ് ചെയ്യുന്നത് ഞാൻ ഈ ബാലശാസ്ത്ര കോൺഗ്രസിലും കേരള ശാസ്ത്ര കോൺഗ്രസിലും ഒക്കെ കുറെ കാലം കഴിഞ്ഞ ശാസ്ത്ര കോൺഗ്രസിൽ കുറെ കുട്ടികളായിട്ട് എനിക്ക് സംവദിക്കാനുള്ള അവസരം ഉണ്ടായി. പക്ഷെ ഇതുപോലെ ഈ ലെവലില്, അതായത് ഈ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാർ വളരെ കുറവ്. പിന്നെ വേറൊരു കാര്യം അശോക് ചെയ്യേണ്ടത്, ഇതിന്റെ എക്സ്പെർട്ടുകളായിട്ടും കൂടി കുറച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം അശോക് ഉണ്ടാക്കണം. അത് മനസ്സിലായല്ലോ അശോക്? ഹലോ, മനസ്സിലായി സർ. കേൾക്കുന്നുണ്ടോ? അതായത് ഈ അശോക് ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് സമർത്ഥിക്കാൻ കഴിയണം. അപ്പൊ അത് ഈ മുതിർന്നവരായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവരായിട്ടും പിന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെവിടെയാണ് തെറ്റ് പറ്റുന്നത്, നമ്മളെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്നുള്ളത്. അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോ എല്ലാ ആശംസകളും. കൂടുതൽ ഇതിലോട്ട് ശ്രദ്ധ തിരിച്ച് എഴുതാനും കൂടി ശ്രമിക്കുക. ഈ ഡോക്യുമെന്റേഷന്റെ സ്റ്റാൻഡേർഡ് ഒന്നും കൂടി ഗംഭീരാക്കുക. അതൊന്നും അശോകോഷിനെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഇതെല്ലാം വളരെ എളുപ്പം സാധിക്കുന്നതാണ്. കാരണം ഇപ്പോ ഞാൻ 30-38 കൊല്ലമായിട്ട് ഈ കൺസർവേഷൻ ഫീൽഡില് ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ അശോകോഷിന്റെ ഈ പ്രസന്റേഷൻ വഴി എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. നമ്മള് അശോകോഷ് പറഞ്ഞ എന്താ, നമ്മളെ ബാക്ക് യാർഡിൽ ഉള്ള പക്ഷികളെ നോക്കാം, അത് നമ്മൾ പലരും ചെയ്യുന്നില്ല. അപ്പൊ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോ എല്ലാ ആശംസകളും. ഇനിയും കൂടുതൽ ഉയരത്തിലോട്ട് പോകാൻ കഴിയട്ടെ. കൂടുതൽ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യുക. പഠനത്തിലും നല്ല ശ്രദ്ധ വരുത്തുക. പിന്നെ ബാലകൃഷ്ണനും മറ്റ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. വളരെ ഗംഭീരമായിരുന്നു പരിപാടി. നന്ദി. ഇപ്പോൾ സംസാരിച്ച ഡോക്ടർ പി രാജശേഖരനാണ്. സീനിയർ ആയിട്ടുള്ള ഒരു കാർഷിക ശാസ്ത്രജ്ഞൻ കൂടിയാണ്. എൻ്റെ ഒരു സുഹൃത്താണ്. കണ്ണൂരുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തി കൂടിയാണ്. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാം. വളരെ സന്തോഷം കേട്ടോ. ഞാന് ഈ ബാലകൃഷ്ണൻ, വളരെ സന്തോഷം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗംഭീര പരിപാടിയാണ്. ഇത് തുടർന്ന് കൊണ്ടുപോകണം. ഇതുപോലുള്ള കുട്ടികളെ കണ്ടെത്തുക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും നല്ല കാര്യമാണ്. താങ്കൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഇത് മാത്രമേ നമ്മളെ പ്രകൃതി സംരക്ഷണത്തിന് ഉതകുള്ളൂ. മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വാചകം അടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ കുട്ടികൾ അത് ഗംഭീരമായി ചെയ്യുന്നു. താങ്കൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. അടുത്തത് ആരാണ് ഇനി പറയാനുള്ളത്? അജയ് ഘോഷിന് നാച്ചുറലിസ്റ്റ് ഐ ഡി ഉണ്ടോ? ഐ ഡി ഒന്ന് ഇവിടെ ഷെയർ ചെയ്യാവോ? ഞാനൊന്ന് ശ്രമിച്ചാക്കട്ടെ. എനിക്ക് അങ്ങനെ അല്ലെങ്കിൽ അവിടെ ആർക്കെങ്കിലും കൊടുത്താൽ മതി, അവര് ഗ്രൂപ്പിൽ ഇട്ടോളും അതിന് ശേഷമേ. അത് ചെയ്യാൻ പറയാം കിരൺ. അനൗൺസ്മെന്റ് ഗ്രൂപ്പിലും ബാക്കിയുള്ള ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യാൻ നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 3-4 ഗ്രൂപ്പുകളുണ്ട് ഇപ്പൊ. ഓക്കെ, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ അശോക്. വളരെ നല്ല അറിവുകള്, മിടുക്കനാണ്. ഒരുപാട് സന്തോഷമായി. ഒരു കാര്യം കൂടി, എവിടെയാണ് സ്ഥലം? അശോകോഷിന്റെ വീട് എവിടെയാണ്? ഞങ്ങളിപ്പം ചായോത്താണ്, കാസർഗോഡ് ജില്ലയില്. അവിടെയാണോ ഈ പക്ഷികളൊക്കെ കാണുന്ന? അതിൽ കാണിച്ച വീഡിയോസ് ഒക്കെ അശോകോഷിന്റെ വീടിന്റെ പുറകിലുള്ള ആണല്ലേ? വെരി ഗുഡ്. താങ്ക് യു. അശ്വഘോഷ്, അച്ചു ഓർമ്മയുണ്ടോ? ഞാൻ ലക്ഷ്മിയാണ്.
ലക്ഷ്മി നമ്മള് വയനാട് ക്യാമ്പിന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർക്കുണ്ടോ? പ്രണവിനെയും ഇന്ദുവിനെയൊക്കെ. അടിപൊളിയാ. നല്ല നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. എനിക്ക് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റിയില്ല. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അറിഞ്ഞതിൽ സന്തോഷം. ആദ്യം ഒരു റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നൊരു മെസ്സേജ് വന്നു. ശരിയല്ലേ? റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ലക്ഷ്മി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ താങ്ക് യു. അപ്പൊ ആ റെക്കോർഡിംഗില് ഫുള്ള് കേൾക്കണം എന്നുണ്ട്. ഞങ്ങൾ വീട്ടിലല്ലാത്തതുകൊണ്ട് പുറത്തായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് മിസ്സായി. പ്രണവും കേൾക്കുന്നുണ്ടായിരുന്നു. പ്രണവിന് എന്തേലും പറയാനുണ്ടോ? ഹലോ അച്ചു. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഗുഡ്. താങ്ക് യു. നാളെ ബേർഡ് വാച്ചിങ് തുടങ്ങിയോ? ഏതൊക്കെ റയർ സ്പീഷീസ് ഏതെങ്കിലും? ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി ട്ടോ. മോനെ അഭിനന്ദനങ്ങൾ. മോന് മാത്രല്ല, മോന്റെ കൂടെ നിന്ന അച്ഛനും അമ്മയ്ക്കും, മോന്റെ ഒപ്പം നിന്ന പുനർജനി ഗ്രൂപ്പിനും VC ബാലകൃഷ്ണൻ സാറിനും ഒക്കെ. ഒരുപാട് വർഷമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളെ കുട്ടികള് ഓരോ വർഷം കഴിയുന്തോറും ഇങ്ങനെ മൊബൈലിലേക്ക് തലപൂഴ്ത്തി ചുറ്റും കാണാതെ, അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ ഒട്ടും ഇല്ലാതെ പോകുന്ന കുട്ടികൾ നമ്മളെ കുടുംബത്തിനകത്ത് കൂടി ഉണ്ടായിട്ട് നമുക്ക് നമ്മൾ സങ്കടത്തോടെ അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലൊരു മോൻ ഇങ്ങനെ സാഹചര്യം കൂടെ നിന്നതുകൊണ്ടും കൂടിയാണ്. എന്നാലും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞല്ലോ മോന്. പ്രസന്റേഷൻ്റെ അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. വെറുതെ പറയല്ല, അറിഞ്ഞും കണ്ടും നിരീക്ഷിച്ചും അറിഞ്ഞ കാര്യങ്ങളാണ് മോൻ പറയുന്നത്. അതാണ് അതിന്റെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു പോയിന്റ്. റിയലി പ്രൗഡ് ഓഫ് യു മോനെ. ഈ ഒരു പ്രായത്തിൽ ഇത്രയൊക്കെ കണ്ണു തുറക്കാനും ഇത്രയൊക്കെ കാത് തുറക്കാനും മോന് കഴിഞ്ഞെങ്കിൽ മോന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പിന്നെ ചുറ്റുള്ളവരെ കൂടി മോട്ടിവേറ്റ് ചെയ്യിക്കാൻ പറ്റും. അതാണ് ഒരുപക്ഷെ അശോകോഷ് ഈ വെബിനാറിലൂടെ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തന്നെ കുറേ ഗ്രൂപ്പുകളിലേക്ക്, പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്ത എല്ലാ സ്കൂൾ ഗ്രൂപ്പുകളിലേക്കും ഞാനിത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞതാണ്, ഒരു നയിക്കുന്ന വെബിനാറാണ്, കാണണം. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കുറച്ച് കുട്ടികളെങ്കിലും ഈ ഒരു വെബിനാറിൽ കൂടെ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവും. ഒന്ന് കണ്ണും കാതും തുറന്ന് ചുറ്റും നോക്കാൻ അശോകോഷ് അവർക്ക് പ്രേരണയായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അതിൽ ഞാൻ മോനെ ഒരുപാട് അഭിനന്ദിക്കുന്നു. റിയലി പ്രൗഡ് ഓഫ് യു മോനെ. താങ്ക് യു ടീച്ചർ. ടീച്ചർ ഏത് സ്കൂളായിരുന്നു? ടീച്ചർ വടകരയാണ് മോനെ. ഞാൻ കണ്ണൂർ ജില്ലക്കാരിയല്ല. വടകര ചെറുട ഹൈസ്കൂളിൽ നിന്ന് ചെമ്മാറ്റ് റിട്ടയർ ചെയ്ത ആളാണ്. സ്കൂളുള്ള കാലത്ത് നമ്മൾ ഈ നാച്ചുറൽ ക്ലബിന്റെ ഒക്കെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷെ ഇതുപോലെ ഇത്ര ആഴത്തിൽ കുട്ടികൾ പോകുന്നത് നമുക്ക് കാണാൻ അങ്ങനെ കഴിയാറില്ല. കുട്ടികൾ വേഗമായിട്ട് അല്ലെങ്കിൽ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് മാത്രം കാര്യങ്ങളെ കാണും. എനിക്ക് തോന്നുന്നു ഇവിടെ അശോകോഷിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അച്ഛനും അമ്മയും ഇതിൽ തൽപരരാണ്. അവരടങ്ങിയ ഗ്രൂപ്പും അശോകോഷിന്റെ കൂടെയുണ്ട്. അശോകോഷിന് സ്വന്തമായിട്ട് നല്ല താല്പര്യമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി വന്നപ്പോൾ നല്ലൊരു പ്രകൃതി നിരീക്ഷകനെ കാണുന്നു. മോനത് വളർത്തിക്കൊണ്ടുവരണം. മോന് ആ ഒരു കഴിവ് മോൻ സ്വയം വളർത്തിക്കൊണ്ടുവരണം. ചുറ്റുള്ളവരിലേക്കും അത് പ്രസരിപ്പിക്കണം. അവിടെയാണ് മോന്റെ വിജയം. അല്ലെങ്കിൽ മോൻ അവിടെയാണ് സൊസൈറ്റിക്ക് സൊസൈറ്റിക്ക് നിനക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യം അതാണ് മോനെ. അങ്ങനെയുള്ള മക്കളിലാണ് ഭൂമിയുടെ പ്രതീക്ഷ. നമ്മുടെ മാത്രമല്ല, ഭൂമിയുടെ പ്രതീക്ഷ. ഓക്കെ ടീച്ചർ, താങ്ക് യു. പക്ഷേ ജോറാക്കി കേട്ടോ. നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ വന്നു. അങ്ങനെ ആവട്ടെ. പിന്നെ അശുഘോഷിന്റെ അമ്മയുടെ അച്ഛൻ ഫോറസ്റ്റ് ഓഫീസറാണ്. അപ്പോ കാടിനോടൊരു ബന്ധമുണ്ട്. അശുഘോഷിന്റെ ജീനുകളിൽ തന്നെ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ അശുഘോഷേ? ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേട്ടു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാവട്ടെ. അശുഘോഷ് ജീവിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ഗ്രൂപ്പുകളും ഇതൊക്കെ ഉണ്ട്. അത് അശുഘോഷിന് ഒരു പാരന്റ്സ് മാത്രമല്ല, അല്ലേ? അപ്പൊ അശുഘോഷിന് അങ്ങനെ ഒരു എൻവയോൺമെന്റും കൂടി കിട്ടുന്നതുകൊണ്ടാണ് കൂടുതൽ പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ. എന്റെ അമ്മച്ചൻ ഉപയോഗിച്ച പുസ്തകം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചു പോകുന്നത്, ഇന്ത്യൻ വേർഡ്സ് ഓഫ് കോണ്ടിനെന്റ്. VC മാഷ, എനിക്കൊരു റിക്വസ്റ്റും കൂടി ഉണ്ട്. ഞാൻ ഇപ്പോഴും
സർ ഞാൻ വളരെ എന്റെ ഹോസ്പിറ്റലിൽ നിന്നുമൊക്കെ അങ്ങനെയൊക്കെയാണ് ഇത് കേൾക്കുന്നത്. അപ്പൊ എപ്പോഴും എനിക്കത് മുറിഞ്ഞു പോകുന്നുണ്ട്. എന്നെ പോലെ കുറെ പേരുണ്ടാവും. അപ്പൊ ഈ റെക്കോർഡ് ചെയ്ത സാധനം ഒന്ന് പൂർണ്ണമായിട്ടും റെക്കോർഡ് ചെയ്യുന്നത് സബിത റെക്കോർഡ് ചെയ്യുന്നത് യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഓക്കെ 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 താങ്ക് യു. അശ്വഘോഷ്, എന്റെ പേര് മഞ്ജുഷ എന്നാണ്. ഞാൻ ടീച്ചർ. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അത് മാത്രമല്ല, എന്ത് രസമായിട്ടാ ഒബ്സർവ് ചെയ്യണേ ചുറ്റുമുള്ള ചെടിയ പക്ഷികളെയും ചലഭങ്ങളെയും. ഒത്തിരി സന്തോഷമായി കേട്ടാ. അത് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും കൂടി കൺഗ്രാറ്റുലേഷൻസ് പറയണം. കാര്യം ഇത്രയും നല്ല രീതിയിൽ കുട്ടിയിലെ ആ ഒരു താല്പര്യമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ അവരും കൂടെ ഹെൽപ്പ് ചെയ്തില്ലേ. അപ്പൊ ഇനിയും കണ്ടിന്യൂ ചെയ്യാ. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ. നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. എനിക്ക് അധികം ഒന്നും അറിയൊന്നുമില്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങള് അശ്വഘോഷ് പറഞ്ഞു തന്നെന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ആന്റി. അശ്വഘോഷ് സ്വപ്ന ടീച്ചറാണേ. സ്വപ്ന ടീച്ചർ. ആ ഒരു ലിങ്ക് കിട്ടിയപ്പോ ഞാൻ സർപ്രൈസ് ആയി അല്ലേ. ലിങ്ക് കിട്ടിയപ്പോ ഞാൻ വളരെ ആവേശത്തിൽ നിന്നെ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ സന്തോഷം തോന്നുന്നു. ഗംഭീരമായ ഒരു അവതരണമായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞവരൊക്കെ അതുപോലെ തന്നെ അശ്വഘോഷിന്റെ ടീച്ചറാണ് ഞാൻ. കഴിഞ്ഞ ഒരു വർഷം അവനെ 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറാണ്. അപ്പോഴൊക്കെ വേറിട്ട ഒരു കുട്ടിയായിരുന്നു ക്ലാസ്സിൽ. അവന്റെ മുന്നിൽ ഞാൻ തുറന്നു കൊടുത്ത ഒരു ലോകത്തേക്കാൾ എത്രയോ വലിയൊരു ലോകം ഈ ചെറിയ സമയത്തിനുള്ളിൽ അവൻ എനിക്ക് തന്നൂല്ലതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. മോനെ, എല്ലാവിധ ആശംസകളും. അത് മാത്രല്ല, ഞാനിന്ന് എന്റെ ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞിരുന്നു കേട്ടോ, അതിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തിതാ. പിന്നെ എന്റെ കുട്ടിയാണ്, അവനിന്ന് രാത്രി ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ കുട്ടികളൊക്കെ നിന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു. ഏതായാലും നിന്റെ ശക്തമായ പിന്തുണ തരുന്ന നിന്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ ആശംസകൾ അറിയിക്കുകയാണ്. ഇനിയും മുന്നോട്ട് തന്നെ കേട്ടാ. ഓക്കെ ഓക്കെ ടീച്ചർ, താങ്ക് യു. ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? സമയം 8:10. സോറി, ഇനി ആരും സംസാരിക്കാനില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. ആരെങ്കിലും ഉണ്ടോ? പക്ഷെ എനിക്ക് പറയാനുണ്ടായിരുന്നു. പറയാം. ഞാൻ എന്റെ പ്രകൃതി നിരീക്ഷണത്തിലേക്ക് കൂടുതൽ അതായത് അസീസ് മാഹി, എന്നെ അസീർ തുടങ്ങിയവരുടെ ബുക്കുകൾ വായിച്ചിട്ടാണ്. അപ്പൊ എന്റെ ക്ലാസ്സിലായിട്ട് എല്ലാ കുട്ടികളും ഇവരുടെ പുസ്തകങ്ങളെല്ലാം വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ VC മാഷ്, സുസ്മിത ടീച്ചർ എന്നിവരൊക്കെയുള്ള ഓരോ വാക്കുകളും പുതിയ പുതിയ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയായിരുന്നു. കൂടാതെ പറവ ക്ലബ്ബ്, നിഹാലേട്ടൻ, രാജു മാഷി, ശ്യാം സാർ തുടങ്ങിയ അനേകം പേര് ഇതിന് സഹായിച്ചു. കൂടാതെ അൻഡേച്ചി ഉണ്ട്. അവരെല്ലാരും എന്നെ ഇതിനെ സഹായിച്ചു. അപ്പം അവർക്ക് എല്ലാവർക്കും ഈ ഒരു വേളയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അച്ചു, ഈ അസീസ് മാഷ് എന്റെയും മാഷായിരുന്നു കേട്ടാ. ഞാൻ മാഹിയിലുള്ള ഇപ്പൊ 9ാം ക്ലാസ്സിലൊക്കെ ട്യൂഷൻ മാഷായിരുന്നു അസീസ് മാഷ്. 9-10 ട്യൂഷൻ ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ചതാണ് അസീസ് മാഷായിരുന്നു. അദ്ദേഹം നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. യാത്രാ മാഗസിനിൽ അദ്ദേഹത്തിന്റെ ചിത്രം ഇല്ലാത്ത യാത്രാ മാഗസിൻ ഇറങ്ങുന്നില്ല ഇപ്പൊ, അത്രയും പറയാം. ഇപ്പോഴാണ് അദ്ദേഹം തന്റെ പാഷൻ കണ്ടെത്തിയത് റിട്ടയർമെന്റിന് ശേഷം. അസീസ് മാഷിക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഞാൻ ഓർമ്മിപ്പിച്ചതിന്, പ്രചോദിപ്പിച്ചതിന്. ചേട്ടാ
ആ പറയൂ. താങ്ക് യു കേട്ടോ. താങ്ക് യു. വല്യച്ഛനല്ലേ? വല്യച്ഛന്റെ മോനാ? വല്യച്ഛന്റെ മോനാ? വലിയച്ഛന്റെ മോള് എന്റെ മോള്. കസിൻ ഓക്കെ ഓക്കെ. അനിത്യ. എനിക്കൊരു ഏട്ടനും കൂടി ഉണ്ട്. അശുഘോഷിന്റെ അനിയത്തിയും അത്യാവശ്യം തുടങ്ങിയിട്ടുണ്ടല്ലേ നിരീക്ഷണമൊക്കെ. ചെറിയ മോളാണ് അവള്. ഇപ്പൊ അത്യാവശ്യം ഇങ്ങനെ പക്ഷി നിരീക്ഷണവും ചെലവ് നിരീക്ഷണവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ ദീപ? ഓക്കെ വിസി. അപ്പോ അശുഘോഷിന്റെ ക്ലാസ്സിനെ കുറിച്ചിട്ട് ആർക്കും രണ്ടഭിപ്രായം ഇല്ല. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ കേട്ടു. എന്ന് മാത്രമല്ല, പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പക്ഷി നിരീക്ഷണ ചാലഞ്ചിലെ പാർട്ടിസിപ്പൻസ് കുറച്ചുപേരെങ്കിലും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അശുഘോഷിന്റെ ഒരു ക്ലാസ് നടത്തിയത്. കാരണം കുട്ടികൾക്ക് എത്രത്തോളം വളരെ ഡീപ്പായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾ ആ ഗ്രൂപ്പിലും ഉണ്ട്. ഇപ്പൊ നേരത്തെ സംസാരിച്ച നിഹാരിക ആണെങ്കിലും ഇപ്പോ എനിക്ക് തോന്നുന്നു നീള കേൾക്കുന്നുണ്ടാവും. അങ്ങനെ കുറെ കുട്ടികൾ വളരെ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. അതുപോലെ വലിയ കുട്ടികളുടെ കൂട്ടത്തിലും. അവർക്കൊക്കെ ക്ലാസിന്റെ തിരക്ക് കാരണം പങ്കെടുക്കാൻ പറ്റാത്തതായിരിക്കും. 10th-ലും 9th-ലും ഒക്കെ ഉള്ള കുട്ടികളാണ്. അപ്പോ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ആവണം, ഒരു പ്രചോദനം ആവണം എന്നുള്ളതും കൂടി തന്നെയാണ് അശുഘോഷിന്റെ ഈ ഒരു വർക്ക് നമ്മളിവിടെ അശുഘോഷിന് ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ ആവേശകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറി. യഥാർത്ഥത്തിൽ നമ്മൾ ഈ എന്ത് പ്രകൃതി നിരീക്ഷണമാണെങ്കിലും സംരക്ഷണമാണെങ്കിലും എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അല്ല ഏത് ഫീൽഡിലാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ പുതിയൊരു തലമുറ ആ ഫീൽഡിൽ വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ആ മേഖലയുടെ ഭാവിയെ നിശ്ചയിക്കുന്നത്. അപ്പോ എപ്പോഴും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, കുട്ടികളോടൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ളതും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ നമ്മള് എന്താണ് കുറച്ച് കൊച്ചു നാച്ചുറലിസ്റ്റുകളുടെ കൂടെ കാര്യങ്ങൾ പഠിച്ചു വരുന്ന ഒരു സമയമാണ്. അശുഘോഷ് ആണെങ്കിൽ ഒരു കൊച്ചു നാച്ചുറലിസ്റ്റ് അല്ല, അശുഘോഷ് ഒരു മുതിർന്ന നാച്ചുറലിസ്റ്റ് ആണ്. അപ്പോ അങ്ങനെ അശുഘോഷിന്റെ അനുഭവങ്ങൾ കൂടി നമുക്ക് പങ്കുവെക്കാൻ സാധിച്ചു. വളരെ സന്തോഷാണ്. ഇപ്പൊ ഇന്നിവിടെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും, ക്ലാസ് കൈകാര്യം ചെയ്ത അശുഘോഷിന് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ ബേർഡ് ചാലഞ്ച് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ വാക്ക് വിത്ത് വിസിക്ക് വേണ്ടിയിട്ടും നന്ദി പറയാണ്. അതുപോലെ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും, കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെ ഗ്രൂപ്പിന് പുറത്തുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്, ഇതില് ചർച്ച വഴി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും നന്ദി പറയാണ്. ഒരിക്കൽ കൂടി അശുഘോഷിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഗുഡ് നൈറ്റ്. താങ്ക് യു.